കർഷകർക്ക് സൗജന്യമായി സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി നൽകി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 100 കോടിയോളം രൂപയുടെ ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് രേഖകൾ സഹിതമാണ് പരാതി കൈമാറിയിരിക്കുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഉയർത്തിയ ആരോപണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതൊരു പരാതിയായി വിജിലൻസിന് മുന്നിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? രമേശ് ചെന്നിത്തലയുടെ നീക്കം. സലീം മാലിക്. റിജിത്ത്, അനർട്ട് സിഇഒയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് വിജിലൻസ് ഡയറക്ടർക്ക് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഈ അനർട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ PM കുസും, അത് ഈ കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ സൗജന്യമായി സൗരോർജ്ജ പമ്പുകൾ നൽകുകയും കുറഞ്ഞ ചെലവിൽ അതിൻ്റെ കാർഷികാവശ്യങ്ങൾ നൽകുകയും ചെയ്യാൻ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അതിലാണ് 100 കോടിയിലധികം രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. അത് വളരെ നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല ഈ ആരോപണവുമായി രംഗത്തെത്തുകയും അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ പല ദിവസങ്ങളിലും പുറത്തുവിടുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഔദ്യോഗികമായ ഒരു പരാതി എന്ന നിലയിലേക്ക് കൂടി പോകുന്നത്. ഇതിൽ അനർട്ട് CEO വൈദ്യുതി മന്ത്രിക്ക് വേണ്ടി അഴിമതി നടത്തി എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. നിലവിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ അനർട്ട് CEOയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണം എന്നുള്ളതാണ് നിലവിൽ ആരോപിക്കുകയും ചെയ്യുന്നത്. 5 കോടി രൂപ മാത്രം ടെൻഡർ വിളിക്കാൻ അധികാരമുള്ള അനർട്ട് CEO അതിന് പകരം ഈ 240 കോടി രൂപയുടെ ടെൻഡർ വിളിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ആദ്യം ഇതുമായി ബന്ധപ്പെട്ട തുക കോട്ട് ചെയ്ത കമ്പനിയെ ഇതിൽ നിന്ന് പിന്മാറിയതിലുൾപ്പെടെ അഴിമതിയുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ തുകയിൽ നിന്നും വലിയ തുക അധികമായി 240% തുക അധികമായി വെച്ചുകൊണ്ടാണ് രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ടെൻഡർ സ്വീകരിച്ചത്. ഇതിലും അഴിമതിയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ആദ്യ ടെൻഡർ നിന്നും ഒരു കമ്പനി ഒഴിയുമ്പോൾ അതിന് വേണ്ട നഷ്ടപരിഹാര തുക പോലും കെട്ടിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം അഴിമതി ആരോപിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ നിയമ നടപടിയിലേക്ക് കൂടി കടക്കുന്നത്. റിജിത്ത്. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും വലിയ അഴിമതി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ വിജിലൻസിനൊരു പരാതിയായി രേഖകൾ സഹിതം തൻ്റെ കൈവശമുള്ള തെളിവുകൾ സഹിതം രമേശ് ചെന്നിത്തല പരാതി നൽകിയിരിക്കുകയാണ്. അതിൽ തുടർ നടപടികൾ ഉണ്ടാകുമോ, അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. സലീം മാലിക് അതിന്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.